ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ CMA ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്നും വന്നിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സ്പെഷ്യൽ കോൺട്രാക്റ്റിലെ ലോ ഓഫ് ഏജൻസിയുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടാണ് ലോ ഓഫ് ഏജൻസി. ലോ ഓഫ് ഏജൻസി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൽ രണ്ട് പാർട്ടീസ് ആയിരിക്കും, ഒന്ന് ഏജൻറ്റും രണ്ടാമത്തെ പ്രിൻസിപ്പളും. അപ്പം ആരാണ് ഏജൻറ്റ് ആരാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ലോ ഓഫ് ഏജൻസി വളരെ സിമ്പിളാക്കി പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ആരാണ് ഏജൻറ്റ് ആരാണ് പ്രിൻസിപ്പൾ എന്ന് തന്നെ ഫസ്റ്റ് പഠിച്ചേക്കാം. അതിലെഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ നമുക്ക് ആദ്യമേ വായിക്കാം. സെക്ഷൻ 182 പ്രൊവൈഡ് ദാറ്റ് എൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് ദ തേർഡ് പേഴ്സൺ. ഏജൻറ്റ് ആരാണെന്ന് അവർ പറയുന്നത് വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ട് ചെയ്യാൻ വേണ്ടി എംപ്ലോയ്ഡ് ചെയ്യപ്പെട്ട പേഴ്സൺ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെ പറയാം? ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി എംപ്ലോയ്ഡ് ചെയ്യപ്പെട്ട ഒരു പേഴ്സൺ നമുക്ക് ഏജൻ്റ് എന്ന് പറയാം. അതുമല്ല എങ്ങനെ പറയാം? റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പേഴ്സണോട് ഡീൽ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാളെ റെപ്രസെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമുക്ക് ഏജൻ്റ് എന്ന് പറയാം. മറ്റൊരാളെ റെപ്രസെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമുക്ക് ഏജൻ്റ് എന്ന് പറയാം. ഒറ്റ വാക്കി നമുക്ക് എങ്ങനെ പറയാം? ദ പേഴ്സൺ ഹു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് സം അതർ പേഴ്സൺ ഈസ് നോൺ ആസ് ഏജൻറ്റ്. അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ഏജൻറ്റ് ആണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്ന ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളെയാണ്, ഒരു പേഴ്സണെയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രിൻസിപ്പൾ ആരാണ്? ദ പേഴ്സൺ ഫോർ ഹോം സച്ച് ആക്ട് ഈസ് ഡൺ ഓർ ഹു ഈസ് റെപ്രസെൻറ്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പൾ. ആർക്ക് വേണ്ടിയാണോ നമ്മുടെ ആ ഏജൻറ്റ് റെപ്രസെൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം അവിടെ റെപ്രസെൻ്റ് ആയിട്ട് തേർഡ് പേഴ്സൺ മുമ്പിൽ നിൽക്കുന്നത്, ആ ഒരു വ്യക്തിയാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഫോർ ഹൂം സച്ച് ആക്ട് ഈസ് ഡൺ ഓർ ഹു ഈസ് സോ റെപ്രസെൻറ്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പൾ. അല്ലെങ്കിൽ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണാണ് നമ്മുടെ പ്രിൻസിപ്പൾ. അപ്പം അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ദ ഏജൻറ്റ് ആക്ട് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൾ. അപ്പം ഇവർ തമ്മിലുള്ള ഈ പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോൺട്രാക്ട് വിച്ച് ക്രിയേറ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് പ്രിൻസിപ്പൾ ആൻഡ് ഏജൻറ്റ് ഈസ് നോൺ ആസ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിൻസിപ്പൾ ബി എന്ന പറയുന്ന ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു. എ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ബി എന്ന് പറഞ്ഞ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം അവിടെ എ ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൾ, ബി ആണ് നമ്മുടെ ഏജൻറ്റ്. എന്തിനാ അപ്പോയിൻറ്റ് ചെയ്തത്? എയുടെ ബിഹാഫിലുള്ള കാറ് ഒരു കസ്റ്റമേഴ്സിന് മുമ്പിൽ പോയി വിൽക്കാനായിരുന്നു ബിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കേസിലാണെങ്കിൽ അവിടെ അവർ തമ്മിൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താ? എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൂടെ ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. ദ ഏജൻറ്റ് ബ്രിങ് ഹിസ് പ്രിൻസിപ്പൾ ഇൻ ടു ലീഗൽ റിലേഷൻഷിപ്പ് വിത്ത് തേർഡ് പേഴ്സൺ. നമ്മുടെ ഏജൻറ്റ് എന്താ കൊണ്ടുവരുന്നത്? അതായത് ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ ഏജൻറ്റ് എന്താ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പളും തേർഡ് പേഴ്സൺ തമ്മിൽ ലീഗൽ റിലേഷൻഷിപ്പാണ് ഏജൻറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താ? ഏജൻറ്റ് ഈസ് എ കണക്റ്റഡ് ലിങ്ക് ബിറ്റ്വീൻ ഹിസ് പ്രിൻസിപ്പൾ ആൻഡ് തേർഡ് പേഴ്സൺ. നമ്മുടെ പ്രിൻസിപ്പളും തേർഡ് പേഴ്സണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കും കൂടാണ് നമ്മുടെ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഈസ് ഫങ്ഷൻ ഈസ് ടു ബ്രിങ് ഹിസ് പ്രിൻസിപ്പൾ ഇൻ ടു കോൺട്രാക്ട് റിലേഷൻ വിത്ത് തേർഡ് പേഴ്സൺ. അതായത് നമ്മുടെ ഏജൻറ്റിൻ്റെ ഫങ്ഷൻ തന്നെ എന്താണ്? പ്രിൻസിപ്പളും തേർഡ് പേഴ്സണും ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പ് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ഏജൻറ്റിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ കുറച്ചധികം പോയിന്റ്സ് പഠിച്ചു കോൺട്രാക്ട് ഓഫ് ഏജൻസിയെ പറ്റി. പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറഞ്ഞത്. അതുപോലെ വേറെ എന്തോ നമുക്ക് എഴുതാൻ പറ്റും? ദ ഏജൻറ്റ് ബ്രിങ് ഹിസ് പ്രിൻസിപ്പൾ ഇൻ ടു ലീഗൽ റിലേഷൻ വിത്ത് തേർഡ് പേഴ്സൺ. നമ്മുടെ ഏജൻറ്റ് അവിടെ എന്താ കൊണ്ടുവരുന്നത്? ഈ കോൺട്രാക്ട് ഓഫ് ഏജൻസിലൂടെ ഏജൻറ്റ് കൊണ്ടുവരുന്നത് എന്താ? പ്രിൻസിപ്പളും തേർഡ് പേഴ്സൺ തമ്മിലുള്ള ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ലീഗൽ റിലേഷൻഷിപ്പാണ് ഏജൻറ്റ് പ്രിൻസിപ്പളും തേർഡ് പേഴ്സൺ തമ്മിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഏജൻറ്റ് എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് ലിങ്കാണ്. എന്തിൻ്റെ കണക്റ്റിംഗ് ലിങ്കാണ്? നമ്മുടെ പ്രിൻസിപ്പളിൻ്റെയും തേർഡ് പേഴ്സണും ഒരു കണക്റ്റിംഗ് ലിങ്കാണ് നമ്മുടെ ഏജൻറ്റ്. ഹിസ് ഫങ്ഷൻ ഈസ് ടു ബ്രിങ് ഹിസ് പ്രിൻസിപ്പൾ. അതായത് എന്താ? അദ്ദേഹത്തിൻ്റെ മെയിനുള്ള ഫങ്ഷൻ എന്താ? അവിടെ പ്രിൻസിപ്പളും തേർഡ് പേഴ്സൺ തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. അപ്പം ഇത്രയാണ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയെ പറ്റി ഒരു ഇൻട്രഡക്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി പ്രൊവിഷൻ റിഗാർഡിംഗ് ടു ഏജൻറ്റ്, അതിലെന്താ പറയുന്നത്? എ പേഴ്സൺ മേ ബിക്കം ആൻ ഏജൻറ്റ്. ഏജൻറ്റ് ആവണമെങ്കിൽ ഏജൻറ്റ് ആവാൻ ആർക്കൊക്കെ കഴിയും? എ പേഴ്സൺ ബിക്കം എ ഏജൻറ്റ്. ഏതൊക്കെ പേഴ്സൺ ഏജൻറ്റ് ആവാൻ കഴിയും നോക്കാം. ഇഫ് ഹീസ് ഓഫ് ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ സബ്ജക്റ്റ്. അതായത് ഒരു മേജറായ ഒരു പേഴ്സൺ ഏജൻറ്റ് ആവാൻ കഴിയും, ഒരു മേജറായ ഒരു പേഴ്സൺ ഏജൻറ്റ് ആവാൻ കഴിയും. രണ്ടാമത്തെ ഹീസ് ഓഫ് സൗണ്ട് മൈൻഡ്. അതായത് സൗണ്ട് മൈൻഡായിട്ടുള്ള പേഴ്സൺ ഏജൻറ്റ് ആവാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താ? അൺസൗണ്ട് മൈൻഡായിട്ടുള്ള പേഴ്സണ് മേജർ ആവാൻ കഴിയില്ല, ഏജൻറ്റ് ആവാൻ കഴിയില്ല. അതുപോലെ മെജോറിറ്റി നമ്മൾ പറഞ്ഞു, അവിടെ എന്താ? മെജോറിറ്റി ആയ
പേഴ്സൺ ഏജൻ്റ് ആവാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ എന്താണ്? മൈനറായ ഒരു വ്യക്തിക്ക് മേജർ ആവാൻ കഴിയില്ല. അതുപോലെ സൗണ്ട് മൈൻഡ് ഒരു പേഴ്സൺ ഏജൻ്റ് ആവാൻ കഴിയും. അൺസൗണ്ട് മൈൻഡ് ഒരു പേഴ്സണ് ഏജൻ്റ് ആവാൻ കഴിയില്ല. ഇനി നോ കൺസിഡറേഷൻ ഈസ് നെസസറി ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഏജൻറ്റ്. ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പൽ പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, കൺസിഡറേഷനായിട്ടൊന്നും അപ്പോയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കേണ്ട. അതിനുശേഷം അദ്ദേഹം ഈ ഏജൻറ്റിൻ്റെ പ്രിൻസിപ്പളിനെ ബിഹാഫ് ചെയ്ത് പ്രിൻസിപ്പളിൻ്റെ ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ ഒരു അഡ്വാൻസ് മണിയായിട്ട് എന്തെങ്കിലും കൊടുക്കും. അല്ലാതെ പ്രത്യേകിച്ച് അപ്പോയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ എന്താ, ദ അതോറിറ്റി ഓഫ് ആൻ ഏജൻറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. അതായത് ഏജൻറ്റിൻ്റെ അതോറിറ്റി എക്സ്പ്രസ്ഡും ആവാം, ഇംപ്ലൈഡും ആവാം. എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ വേർഡ്സിലോ റിട്ടേണിലൊക്കെ ആവാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ അത് തനിക്ക് ആ ഒരു അതോറിറ്റി ചെയ്യാൻ ഇതുണ്ട്, താൻ ഈ സാഹചര്യം ഈ ഒരു അതോറിറ്റി ചെയ്യാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? നമ്മുടെ ഏജൻറ്റിനുണ്ട്. അപ്പം എന്തൊക്കെയാണ് പ്രൊവിഷൻ റിഗാർഡ് ടു ഏജൻറ്റ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഏജൻറ്റ് ഒരു മേജർ ഒരാളായിരിക്കണം. അതുപോലെ സൗണ്ട് മൈൻഡ് ഒരു പേഴ്സൺ ആയിരിക്കണം. എന്നാൽ മൈനറിന് ഏജൻറ്റ് ആവാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അതുപോലെ അൺസൗണ്ട് മൈൻഡായ ഒരു പേഴ്സണും പറ്റത്തില്ല. അതുപോലെ എന്താ, ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെന്താ, ഏജൻറ്റിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡുമാണ്, ഇംപ്ലൈഡുമാണ്. ഓക്കെ, ഇനി സെക്ഷൻ 187 എന്താ പറഞ്ഞത് നോക്കാം. സെക്ഷൻ 187 ഡിഫൈൻ ദ എക്സ്പ്രസ്ഡ് അതോറിറ്റി ആൻഡ് ഇംപ്ലൈഡ് അതോറിറ്റി. അതായത് ഏജൻറ്റിന് എക്സ്പ്രസ്ഡ് അതോറിറ്റി, ഇംപ്ലൈഡ് അതോറിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സെക്ഷൻ 189 പ്രൊവൈഡ് ഏജൻറ്റ് അതോറിറ്റി ഈസ് ആൻ എമർജൻസി. അതായത് സെക്ഷൻ 189 എന്താ അവർ പറയുന്നത്? ഏജൻറ്റിൻ്റെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഏജൻറ്റിൻ്റെ അതോറിറ്റി എങ്ങനെ ആയിരിക്കണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം. An agent has authority in an emergency to do all such act for the purpose of protecting his principal from loss as would be done by person of ordinary prudence in his own case under similar circumstances. നമ്മൾ ഈ ഓർഡിനറി പ്രൂഡൻസ് നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? നമ്മുടെ ബെയിലറിൻ്റെയും ബില്ലിൻ്റെയും കേസ് നമ്മൾ കേട്ടുള്ളൂ. അത് തന്നെ ഇവിടെയും പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ് എങ്കിൽ തനിക്ക് ഇങ്ങനൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, അതായത് പ്രിൻസിപ്പളാണ് അതേ ഒരു സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഏജൻറ്റായി തനിക്കുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആ ഏജൻ്റ് എന്ന് വെച്ചോ, അപ്പം എൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞത് മിസ്റ്റർ എ ആയിരിക്കും. അപ്പം മിസ്റ്റർ എ ഇപ്പം സ്ഥലത്തില്ല, അല്ലെങ്കിൽ മിസ്റ്റർ എ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് എങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട് എങ്കിൽ, പ്രിൻസിപ്പളിന് അതേ സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് എനിക്കുണ്ടെങ്കിൽ, ആ ഒരു ബിസിനസ് ഞാൻ ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ പ്രിൻസിപ്പളിൻ്റെ ബിസിനസ്സിലും ആ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ചെയ്യണം. അതാണ് പറയുന്നത് ഓർഡിനറി പ്രൂഡൻസ്. എ പേഴ്സൺ, നമ്മൾ പറഞ്ഞില്ലേ എ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് നമ്മൾ പഠിച്ചിട്ടില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടത്. തൻ്റെ കേസിൽ, തൻ്റെ സ്വന്തം കേസിൽ ഇങ്ങനൊരു സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ താൻ എന്തുവാണോ ആ ഒരു ബിസിനസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുക്കുന്ന സ്റ്റെപ്പ്, അതേ സ്റ്റെപ്പ് നമ്മൾ പ്രിൻസിപ്പളിൻ്റെ ബിസിനസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കണം. അതാണ് സെക്ഷൻ 189 പറയുന്നത്. ഇനി സെക്ഷൻ 190 എന്താ പറയുന്നത്? പ്രൊവൈഡ് ദാറ്റ് വെൻ ഏജൻറ്റ് കനോട്ട് ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റി. അതായത് നമ്മുടെ ഏജൻറ്റിൻ്റെ അതോറിറ്റി മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റൊരു സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ ഏജൻറ്റിന്, പ്രിൻസിപ്പൾ ഏജൻറ്റിന് കൊടുത്തേക്കുന്ന അതോറിറ്റി ഏജൻറ്റിനായിട്ട് മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി തനിക്ക് ചെയ്യാൻ ഡ്യൂട്ടി മറ്റൊരാൾക്ക് വീതിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതിനർത്ഥം എന്താ? ഒരു സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പറ്റും. എങ്ങനെയുള്ള കേസിൽ? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആൻ ഏജൻറ്റ് കനോട്ട് ലോഫുള്ളി എംപ്ലോയ്ഡ് അനദർ ടു പെർഫോം ആക്ട് വിച്ച് ഹി ഹാസ് എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് അണ്ടർടേക്കൻ ടു പെർഫോം പേഴ്സണലി അൺലെസ് ബൈ ദ ഓർഡിനറി കസ്റ്റം ഓഫ് എ ട്രേഡ് എ സബ് ഏജൻറ്റ് മേ ഓർ ഫ്രം ദ നേച്ചർ ഓഫ് ദ ഏജൻസി സബ് ഏജൻറ്റ് മസ്റ്റ് ബി എംപ്ലോയിഡ്. എങ്ങനെയുള്ള കേസിലാണ് പറ്റുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞ എന്താ? ഏജൻറ്റിൻ്റെ അതോറിറ്റി മറ്റൊരാൾക്ക് ഏജൻറ്റിൻ്റെ അതോറിറ്റി മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അത് എക്സ്പ്രസ്ഡ് ആവാൻ പറ്റില്ല, ഇംപ്ലൈഡ് ആയിട്ടും പറ്റില്ല. ഓരോരുത്തർക്ക് തന്നിട്ടുള്ള ജോലി അവരോട് തന്നെ പേഴ്സണലി ചെയ്ത് തീർക്കേണ്ടതാണ്. ഇനി പറ്റും. എങ്ങനെയുള്ള കേസിലാണ് പറ്റുന്നത്? ഒരു ഓർഡിനറി കസ്റ്റം ഓഫ് എ ട്രേഡ് ആണെങ്കിൽ, അതായത് മറ്റൊരു ആളുടെ കൂടെ സഹായം വേണം, ഒരു ഓർഡിനറി കസ്റ്റം ഓഫ് ട്രേഡ് ആണെങ്കിൽ, അങ്ങനെയുള്ളൊരു കാര്യമാണ് എങ്കിൽ നമുക്ക് ഒരു സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി സബ് ഏജൻറ്റിനെ പറ്റി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 191. ആരാണ് സബ് ഏജൻറ്റ്? സബ് ഏജൻറ്റ് ആസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ബൈ ദ ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഒറിജിനൽ ഏജൻറ്റ് ഇൻ ദ ബിസിനസ് ഓഫ് ദ ഏജൻസി. അതായത് നമ്മുടെ ഏജൻസിയിൽ, നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഏജൻസിയിലെ ആ ബിസിനസ്സിൽ, നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ബിസിനസ്സിൽ ഒരു ഒറിജിനൽ ഏജൻറ്റിൻ്റെ ഒറിജിനൽ ഏജൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു വ്യക്തിയാണ്, കൺട്രോളിൽ ആക്ട് ചെയ്യുന്നൊരു പേഴ്സണെയാണ്, അല്ലെങ്കിൽ കൺട്രോളിൽ നമ്മൾ നിയമിച്ചിരിക്കുന്ന എംപ്ലോയ് ചെയ്യപ്പെട്ട ഒരു പേഴ്സണാണ് നമ്മൾ സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ആരാണ്? നമ്മുടെ ബിസിനസ്സിലെ, നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ബിസിനസ്സിലെ
ഒറിജിനൽ ഏജൻറ്റ് കൺട്രോൾ ചെയ്യുന്നൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഒറിജിനൽ ഏജൻറ്റ് പറയുന്ന പോലെ ചെയ്യുന്നൊരു പേഴ്സണെയാണ് നമ്മൾ സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഏജൻറ്റിൻ്റെ കൺട്രോൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് റെസ്പോൺസിബിലിറ്റിയും ആര് വേണം നമ്മുടെ പ്രിൻസിപ്പളിന് മുമ്പിൽ പറയാൻ? സബ് ഏജൻറ്റ് എന്ത് ചെയ്താലും നമ്മുടെ പ്രിൻസിപ്പൾ നമ്മുടെ ഏജൻറ്റ് മാത്രമേ ഇവിടെ ഉത്തരവാദി, ഏജൻറ്റ് മാത്രമേ ഇവിടെ റെസ്പോൺസിബിൾ. അതാ പറഞ്ഞത്, ദ ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൾ ഫോർ ദ ആക്ട് ഓഫ് ദ സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെ മുമ്പിലും പ്രിൻസിപ്പളിന് മുമ്പിൽ ആരായിരിക്കും ഉത്തരവാദി, അല്ലെങ്കിൽ ആരാണ് റെസ്പോൺസിബിൾ ആവുന്നത്? നമ്മുടെ ഏജൻ്റ് ആയിരിക്കും. ക്ലിയർ? അതാണ് പറഞ്ഞത്. ഇനി ദ സബ് ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ട് ടു ദ ഏജൻറ്റ് ബട്ട് നോട്ട് ദ പ്രിൻസിപ്പൽ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഫ്രോഡ് ഓർ വില്ലിംഗ്ഫുൾ റോങ്. നമ്മൾ പറഞ്ഞു സബ് ഏജൻറ്റ് ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെ മുമ്പിലും പ്രിൻസിപ്പൾ മുമ്പിൽ റെസ്പോൺസിബിൾ ആവേണ്ടത് നമ്മുടെ ഏജൻ്റാണ്. എന്നാൽ സബ് ഏജൻറ്റ് ചെയ്ത ഏത് ഫ്രോഡോ വിൽഫുൾ റോങ്ങിൻ്റെ പേരിൽ നമ്മുടെ ഏജൻറ്റ് പ്രിൻസിപ്പൾ മുമ്പിൽ റെസ്പോൺസിബിൾ ആവേണ്ട. അവിടെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ നമ്മുടെ ഏജൻറ്റ് റെസ്പോൺസിബിൾ ആവേണ്ട കാര്യമില്ല. ആ ഫ്രോഡോ വിൽഫുൾ റോങ്ങോ അല്ലാതെ മറ്റേത് കാര്യത്തിനും നമ്മുടെ ഏജൻ്റായിരിക്കും സബ് ഏജൻറ്റിന് വേണ്ടി റെസ്പോൺസിബിൾ ആവേണ്ടത്. Where an agent without having authority to appoint a sub agent, the agent is responsible for his act both to the principal and to third person. The principal is not responsible for the act of person so employed. അതായത് നമ്മുടെ ഏജൻറ്റ് നമ്മുടെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു അതോറിറ്റി ഇല്ലാതെ, അതായത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ അതോറിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഏജൻറ്റിന് അങ്ങനെ അതോറിറ്റി കൊടുക്കാതെ നമ്മുടെ ഏജൻറ്റ് ആരെ അപ്പോയിൻറ്റ്, നമ്മുടെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇനി അങ്ങനെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഏജൻറ്റിൻ്റെ മുമ്പിലും, അതായത് നമ്മുടെ ഏജൻറ്റ് ആരുടെ മുമ്പിൽ റെസ്പോൺസിബിൾ ആയിരിക്കണം? തേർഡ് പേഴ്സണിന് മുമ്പിലും പ്രിൻസിപ്പളിൻ്റെ മുമ്പിലും നമ്മുടെ ഏജൻറ്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സബ് ഏജൻറ്റിനെ എംപ്ലോയ് ചെയ്ത കാര്യത്തിൽ നമ്മുടെ പ്രിൻസിപ്പൾ റെസ്പോൺസിബിൾ ആവേണ്ട കാര്യമില്ല. കാരണം പ്രിൻസിപ്പളിൻ്റെ അതോറിറ്റി ഇല്ലാതെയാണ് നമ്മുടെ ഏജൻറ്റ് ആരെ അപ്പോയിൻറ്റ് ചെയ്തത്? നമ്മുടെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തത്. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യമേ പഠിച്ചു, സെക്ഷൻ 190 നമ്മൾ പഠിച്ചിരുന്നു. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? പിന്നെ നമ്മൾ സബ് ഏജൻറ്റിനെ പറ്റി പഠിച്ചു. സബ് ഏജൻറ്റിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെയുള്ള കേസിൽ? ഒരു ഓർഡിനറി കസ്റ്റം ഓഫ് ട്രേഡ് ആണെങ്കിൽ നമുക്ക് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. സബ് ഏജൻറ്റ് ആരുടെ അണ്ടറിലെ കൺട്രോൾ വഹിച്ചിരിക്കുന്നത്? അതായത് ഒറിജിനൽ ഏജൻറ്റാണ് സബ് ഏജൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഒറിജിനൽ ഏജൻ്റ് ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ എന്തോ ആവേണ്ടത്? റെസ്പോൺസിബിൾ ആവേണ്ടത്. അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ അതിനെ ബാക്കി ചൊല്ലി പഠിച്ചത്? സബ് ഏജൻറ്റ് എന്തെങ്കിലും ഒരു ഫ്രോഡോ വിൽഫുൾ റോങ്ങോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഏജൻറ്റിന് മുമ്പിൽ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ നമ്മുടെ ഏജൻറ്റ് റെസ്പോൺസിബിൾ ആവേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വേറെ എന്താ നമ്മൾ പഠിച്ചത്? വേറെ ഏജൻറ്റ് വിത്തൗട്ട് ഹാവിങ് അതോറിറ്റി, അതായത് ഏജൻറ്റിന് ഒരു അതോറിറ്റിയും ഇല്ലാതെയാണ് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തതെങ്കിൽ ഏജൻറ്റ് പ്രിൻസിപ്പളിൻ്റെ മുമ്പിലും തേർഡ് പേഴ്സണിന് മുമ്പിലും റെസ്പോൺസിബിൾ ആയിരിക്കണം. അദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തിയിൽ പ്രിൻസിപ്പളിൻ്റെ മുമ്പിലും തേർഡ് പാർട്ടീസിന് മുമ്പിലും റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇത്രയാണ് നമ്മൾ സെക്ഷൻ 191 പഠിച്ചത്. ഇനി സെക്ഷൻ 194 എന്താ പഠിച്ചെന്ന് നോക്കാം. പഠിച്ചെന്നല്ല ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. Provide that where an agent holding an express or implied authority to name another person to act for the principal in the business of the agency, he named another person accordingly. Such person is not a sub-agent but an agent of the principal of such part of the business of the agency as entrusted by him. നമുക്ക് താഴെ പറഞ്ഞൊരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് ആ സെക്ഷൻ 194 പറഞ്ഞുതരാം. നോക്കാം. എ ഓതറൈസസ് ബി എ മെർച്ചൻ്റ് ഇൻ കൽക്കട്ട ടു റിക്കവർ ദ മണി ഡ്യൂ ടു എ ഫ്രം സി ആൻഡ് കമ്പനി. ബി ഇൻസ്ട്രക്ട് ഡി എ സോളിസിറ്റർ ടു ടേക്ക് ലീഗൽ പ്രൊസീഡിങ്സ് എഗനിസ്റ്റ് സി ആൻഡ് കമ്പനി ഫോർ ദ റിക്കവറി ഓഫ് ദ മണി. ഡി ഈസ് നോട്ട് സബ് ഏജൻറ്റ് ബട്ട് ഈസ് എ സോളിസിറ്റർ ഓഫ് എ. ഇവിടെ 3 പാർട്ടീസ് ഉണ്ട്, എയും ബിയും ഡിയും. ഇതിനകത്ത് എ ആയാലും നിങ്ങൾക്ക് മനസ്സിലായി, എ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ആൾ, പ്രിൻസിപ്പൾ. എ ആണ് നമ്മുടെ പ്രിൻസിപ്പൾ, നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൻ ആളാണ് പ്രിൻസിപ്പൾ. ബി ആണ് എ ഓതറൈസ് ചെയ്ത ആളാണ് ബി. അപ്പം ബി ആരാണ്? എയുടെ ഏജൻ്റാണ്. ഓക്കെ. അതായത് കൽക്കട്ടയിലുള്ള വ്യാപാരിയാണ് നമ്മുടെ എ. നമ്മുടെ കാലിക്കട്ടോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ആയിക്കോട്ടെ. ഇപ്പം ഞാൻ അവിടെ കാലിക്കട്ടെന്നോ അല്ലെങ്കിൽ കാലിക്കട്ട് തന്നെ പറയാം. അപ്പം കാലിക്കറ്റിലുള്ള എയുടെ ഒരു മെർച്ചൻ്റാണ്, ഒരു വ്യാപാരിയാണ് നമ്മുടെ ബി. അപ്പം എയുടെ ഏജൻറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പം എ ഏജൻറ്റിനോട് ഒരു കാര്യം പറയുകയാണ്. എന്താ പറഞ്ഞത്? സി ആൻഡ് കമ്പനിയിൽ നിന്നും തനിക്ക് കിട്ടാനുള്ള പൈസ റിക്കവർ ചെയ്തുകൊണ്ട് വരാൻ എ ബിയെ ഏൽപ്പിക്കുകയാണ്. സി ആൻഡ് കമ്പനിയിൽ നിന്നും തനിക്ക് കിട്ടാനുള്ള പൈസ എടുത്തുകൊണ്ട് വരാൻ, അല്ലെങ്കിൽ റിക്കവർ ചെയ്തുകൊണ്ട് വരാൻ, റിക്കവർ ചെയ്തുകൊണ്ട് വരാൻ എ ബിയെ ഏൽപ്പിക്കുകയാണ്.
ബി ഓക്കെ ഒക്കെ പറഞ്ഞു പോയി. ബി ഇൻസ്ട്രക്ട് ഡി. ബി എന്തോ ചെയ്തു അവിടെ ചെന്നിട്ട് ഡിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഡി എന്ന് പറഞ്ഞാൽ ഒരു വക്കീലാണ്. അതായത് സി ആൻഡ് കമ്പനിയിൽ ലീഗൽ പ്രൊസീഡിംഗ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ലീഗലി ആക്ഷനൊക്കെ എടുത്ത് ഞങ്ങളുടെ പൈസ സി ആൻഡ് കമ്പനിയിൽ നിന്നും അതായത് നമ്മുടെ ഏജൻസി ബിസിനസ്സിലെ പൈസ, നമ്മുടെ എയുടെ പൈസ റിക്കവർ ചെയ്ത് തരണമെന്ന് ഡിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഡി ആരാണ്? ഒരു വക്കീലാണ്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? ഡി ഈസ് നോട്ട് എ സബ് ഏജൻറ്റ്. ഡി എന്ന് പറഞ്ഞൊരു സബ് ഏജൻ്റ് അല്ല, ബട്ട് ഈസ് എ സോളിസിറ്റർ ഫോർ എ. നമ്മുടെ എയുടെ വക്കീലായിട്ടാണ് ഡി അവിടെ ആക്ട് ചെയ്യുന്നത്. അവിടെ ബി പറഞ്ഞിട്ടാ ഇങ്ങനൊരു ഇത് കൊടുത്തെങ്കിൽ പോലും അവിടെ ഡി എന്ന് പറഞ്ഞൊരു സബ് ഏജൻ്റ് അല്ല. ഡി എന്ന് പറഞ്ഞ ഒരു സബ് ഏജൻ്റ് അല്ല, അവിടെ നമ്മുടെ എയുടെ സോളിസിറ്ററാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഏജൻറ്റ് എക്സ്പ്രസ്ഡ് ആട്ടോ ഇംപ്ലൈഡ് ആട്ടോ നമ്മുടെ ഏജൻസി ബിസിനസ്സിലെ പ്രിൻസിപ്പളിന് വേണ്ടി ആക്ട് ചെയ്യാൻ ഒരു പേഴ്സൻ്റെ നെയിം അവിടെ കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ ഏജൻറ്റ് എക്സ്പ്രസ്ഡ് ആട്ടോ ഇംപ്ലൈഡ് ആട്ടോ ഒക്കെ ഒരു അതോറിറ്റി ഇവിടെ പറയുകയാണ്. നമ്മുടെ ഏജൻസി ബിസിനസ്സിൽ പ്രിൻസിപ്പളിന് വേണ്ടി ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു അനദർ പേഴ്സൺ നെയിം അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഡി ആണ് ആ ഒരു പേഴ്സൺ. അപ്പം ആ ഡിയെ നമ്മൾ സബ് ഏജൻ്റായിട്ടല്ല കണ്ടത്, നമ്മുടെ ഏജൻസി ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഒരു ഒറിജിനൽ ഏജൻ്റായിട്ട് തന്നെ നമ്മൾ ഡിയെ കാണണമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ നല്ലത് മനസ്സിലാവും. നിങ്ങൾ ഈ എക്സാമ്പിൾ ഓർത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൊണ്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയിലിരിക്കും. ഇനി ഏജൻറ്റ്സ് ഡ്യൂട്ടി. ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അതാണ് സെക്ഷൻ 195 പറയുന്നത്. നമ്മൾ ഒരു ഡ്യൂട്ടി പഠിച്ചിരുന്നു. എമർജൻസി സിറ്റുവേഷനിൽ ഏജൻറ്റ് എങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിച്ചിരുന്നു. അത് എങ്ങനെ ആയിരിക്കണം? എ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ്. അതായത് തൻ്റെ സ്വന്തം കേസിൽ തനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനൊരു ബിസിനസ് ഉണ്ടെങ്കിൽ താൻ ആ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ബിസിനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം നമ്മൾ ഒരു ഡ്യൂട്ടി പഠിച്ചിരുന്നു. ഇനി അടുത്ത ഡ്യൂട്ടി ഏജൻറ്റ്സ് ഡ്യൂട്ടി. സെക്ഷൻ 195 ആൻഡ് ഏജൻറ്റ് ഈസ് എ ബൗണ്ട് ടു exercise the same amount of or discretion as a man of ordinary prudence would exercise in his own case, and if he does this he is not responsible to the principal for act or negligence of the agents of selected. അതായത് എന്താ പറയുന്നത്? നമ്മൾ അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെയും പറഞ്ഞത്. അതായത് ഇപ്പം ഈ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ്, തനിക്ക് സ്വന്തമായിട്ടൊരു പ്രശ്നം വരികയാണെങ്കിൽ, തൻ്റെ ബിസിനസ്സിൽ ഇങ്ങനൊരു എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു നെഗ്ലിഗൻസോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ താൻ എങ്ങനെയാണോ ആ ഒരു ബിസിനസ്സിൽ ആ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ബിസിനസ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ ഏജൻറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് സെക്ഷൻ 195 പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? അടുത്ത് നോക്കിക്കേ, റാറ്റിഫിക്കേഷൻ. എന്താണ് റാറ്റിഫിക്കേഷൻ? നമ്മൾ പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നമ്മൾ മണിഞ്ഞറിൻ്റെ കേസ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ റാറ്റിഫിക്കേഷൻ പഠിച്ചിരുന്നു. ആ ഒരു മീനിങ് ആണ് ഇവിടെയും നമുക്ക് നോക്കാം. എന്താണ് റാറ്റിഫിക്കേഷൻ? അതായത് സെക്ഷൻ 196 എന്താ പറഞ്ഞാൽ നമുക്ക് നോക്കാം. വേർ ആക്ട് ആർ ഡൺ ബൈ ആൻ ഏജൻറ്റ് വിത്തൗട്ട് ദ നോളജ് ഓർ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഹി മേ എലക്ട് ടു റാറ്റിഫൈ ഓർ ടു ഡിസോൺ സച്ച് ആക്ട്. If he ratified them, it is treated as if they had been performed by this authority. എന്താ അവർ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. എയും ബി എന്ന രണ്ട് പാർട്ടീസ്. ഇനി അങ്ങനെ പറയേണ്ട എ എന്ന പ്രിൻസിപ്പളും ബി എന്ന ഏജൻറ്റും. എ എന്ന പ്രിൻസിപ്പൾ അറിയാതെ ബി ആണെങ്കിൽ ഒരു കാര്യം ചെയ്തു. എ എന്ന പ്രിൻസിപ്പൾ അറിയാതെ ബി ഒരു കാര്യം ചെയ്തു. ഇവിടെ എക്സാമ്പിൾ നമുക്ക് താഴെ തന്നെ കിടപ്പുണ്ട്, നോക്കാം. എ വിത്തൗട്ട് ബീസ് അതോറിറ്റി ലെൻഡ് ബീസ് മണി ടു സി. ആഫ്റ്റർവേർഡ് ബി അക്സെപ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ദ മണി ഫ്രം സി. ബി കണ്ടക്ട് ഇംപ്ലൈസ് എ റാറ്റിഫിക്കേഷൻ ഫോർ ദ ലോൺ ഓഫ് ദ ലോൺ. അതായത് എയുടെ അതോറിറ്റി ഇല്ലാതെ ബി എന്തോ ചെയ്തു? എയുടെ പൈസ എടുത്ത് സിക്ക് കൊടുത്തു. എയുടെ അതോറിറ്റി ഇല്ലാതെ ബി എന്തോ ചെയ്തു? അതായത് എ എന്ന പ്രിൻസിപ്പളിൻ്റെ അതോറിറ്റി ഇല്ലാതെ ബി എന്ന ഏജൻറ്റ് പ്രിൻസിപ്പളായ എയുടെ പൈസ എടുത്ത് സി എന്ന മറ്റൊരു പേഴ്സണ് കൊടുത്തു, മറ്റൊരു തേർഡ് പാർട്ടിക്ക് കൊടുത്തു. ആഫ്റ്റർവേർഡ്സ് കുറച്ച് നാൾക്ക് ശേഷം ബി സിക്ക് കൊടുത്ത പൈസ, അതായത് നമ്മുടെ ഏജൻറ്റ് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടീസിന് കൊടുത്ത പൈസയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടി. സി ആരുടെ ഇൻട്രസ്റ്റ് കൊണ്ട് കൊടുത്ത്? നമ്മുടെ എയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ആരുടെ കൊണ്ട് കൊടുത്തത്? നമ്മുടെ എയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇവിടെ അവർ ബി എന്നാണ് പറഞ്ഞാൽ ബി അവർ ഏജൻറ്റായിട്ടും ബി അവർ പ്രിൻസിപ്പളായിട്ടും എ അവർ ഏജൻറ്റായിട്ടൊക്കെ എടുത്തേക്കുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ വിട്ടേക്ക്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇപ്പം എയുടെ അതോറിറ്റി ഇല്ലാതെ ബി ചെയ്ത ആ ഒരു പ്രവൃത്തി, അതിന് കൊടുത്ത ആ ഒരു സിക്ക് കൊടുത്ത പൈസയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്തോ ചെയ്യണം? നമ്മുടെ സി കൊണ്ട് നമ്മുടെ എയുടെ കയ്യിൽ ഡയറക്റ്റ് ആയിട്ടും കൊടുത്തു. അപ്പോഴാണ് എ അറിയുന്നത് താൻ അറിയാതെ തൻ്റെ പൈസ
ചെയ്തു, പക്ഷേ തനിക്കിത് ഉപകാരപ്പെട്ടു. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം അവിടെ റാറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. റാറ്റിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ തൻ്റെ അധികാരമില്ലാതെ ചെയ്തെങ്കിൽ പോലും ഈ ഒരു കാര്യം താൻ ഓക്കെ ഇതുകൊണ്ട് ഏജൻറ്റ് എൻ്റെ അധികാരമില്ലാതെ ചെയ്തെങ്കിൽ പോലും ഇതെനിക്ക് ഉപകാരപ്പെട്ടു, താനത് റാറ്റിഫൈ ചെയ്തു. അങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ പ്രിൻസിപ്പളുണ്ട്. അതും അല്ലെങ്കിൽ തനിക്കത് ഡിസോൺ ചെയ്യാം. പ്രിൻസിപ്പൾ എന്ത് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പ്രിൻസിപ്പളിൻ്റെ അധികാരമില്ല അല്ലെങ്കിൽ അതോട്ടുള്ളത് ഏജൻറ്റ് ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി ഒന്നെങ്കിൽ ഏജൻറ്റിന് റാറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസോൺ ചെയ്യാം. റാറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഓക്കെ എന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാം. ഡിസോൺ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യാൻസൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത്. ഇനി ഇഫ് ഹി റാറ്റിഫൈ ദം, ഇനി അദ്ദേഹം അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് as if they had been performed by this അതോറിറ്റി. അതായത് എന്താ, അതോറിറ്റി പ്രകാരം അത് പെർഫോം ചെയ്ത ആയിട്ട് കണക്കാക്കും. ഏടെ അതോറിറ്റി ഇല്ലാതെ അത് ചെയ്തെങ്കിൽ പോലും, അതായത് പ്രിൻസിപ്പളിൻ്റെ അതോറിറ്റി ഇല്ലാതെ ഏജൻറ്റ് അത് ചെയ്തെങ്കിൽ പോലും അത് അതോറിറ്റി പ്രകാരം അത് പെർഫോം ചെയ്തിട്ട് അത് ആ ഒരു കാര്യത്തെ കണക്കാക്കും. ആര് കണക്കാക്കും? നമ്മുടെ പ്രിൻസിപ്പൾ കണക്കാക്കും. സെക്ഷൻ 197 എന്താ പറഞ്ഞാൽ നോക്കാം. ദ റാറ്റിഫിക്കേഷൻ മേ ബി എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. റാറ്റിഫിക്കേഷൻ എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇംപ്ലൈഡ് ആയിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുകയൊന്നും ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്നപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ പൈസ എടുത്ത് കൊടുത്തത് കൊണ്ട് സി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് അതിന് ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ ഒരു ഇംപ്ലൈഡ് അതോറിറ്റിയിൽ നടന്നത്, അല്ലെങ്കിൽ ഇംപ്ലൈഡ് റാറ്റിഫിക്കേഷൻ അവിടെ നടന്നത്. റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. അതാണ് എക്സാമ്പിൾ. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഓക്കെ, സെക്ഷൻ 190 എന്താ പറഞ്ഞു നോക്കാം. നോ വാലിഡ് റാറ്റിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ പേഴ്സൺ ഹൂസ് നോളജ് ഓഫ് ദ ഫാക്ട് ഓഫ് ഹിസ് കേസ് ഈസ് മെറ്റീരിയൽ ഡിഫക്റ്റീവ്. അതായത് ഈ ഒരു കാര്യത്തെപ്പറ്റി നോ വാലിഡ് റാറ്റിഫിക്കേഷൻ്റെ വാലിഡ് ആവാത്തൊരു കേസാണ് 198 പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ ഒരു റാറ്റിഫിക്കേഷൻ്റെ വാലിഡ് ആവില്ല. എന്ത് കാര്യത്തിൽ? അതായത് ഈ പ്രിൻസിപ്പളിൻ്റെ അധികാരമില്ലാതെ ഏജൻറ്റ് ചെയ്തൊരു പ്രവൃത്തിയെപ്പറ്റി അത് റാറ്റിഫൈ ആവണമെങ്കിൽ ആ ഒരു കാര്യത്തെപ്പറ്റി, ആ ഒരു ചെയ്തൊരു പ്രവൃത്തിയെപ്പറ്റി, ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ പ്രിൻസിപ്പളിന് നല്ല നോളജ് ഉണ്ടായിരിക്കണം. പ്രിൻസിപ്പളിന് നോളജ് ഇല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് ആ ഒരു കാര്യത്തെപ്പറ്റി ഏജൻറ്റ് ചെയ്ത പ്രവൃത്തിയെപ്പറ്റി അറിയാത്ത പക്ഷം ഈ ഒരു റാറ്റിഫിക്കേഷൻ വാലിഡ് ആവില്ല. ഇനി പ്രിൻസിപ്പൾ ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു റാറ്റിഫിക്കേഷൻ വാലിഡ് ആവില്ല. അവിടെ എന്തെങ്കിലും മെറ്റീരിയൽ ഡിഫക്റ്റീവ് വന്ന്, ആ ഒരു ചെയ്ത പ്രവൃത്തിയിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല എങ്കിൽ, അതിൻ്റെ നോളജ് ഇല്ലെങ്കിൽ ഈ ഒരു റാറ്റിഫിക്കേഷൻ വാലിഡ് ആവില്ല. അതാണ് സെക്ഷൻ 198 പറഞ്ഞത്. നിങ്ങൾ സെക്ഷൻസ് ഒന്നും കോട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. സെക്ഷൻസ് നമുക്ക് എല്ലാം ഓർത്തിക്കണം പറ്റത്തില്ല. ഓക്കെ, അതാണ് സെക്ഷൻ 198 പറഞ്ഞത്. പിന്നെ പഠിപ്പിക്കുമ്പോൾ സെക്ഷൻ യൂസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇനി സെക്ഷൻ 199 എന്താ പറഞ്ഞത്? എഫക്റ്റ് ഓഫ് റാറ്റിഫൈങ്. നമ്മുടെ റാറ്റിഫൈൻ്റെ എഫക്റ്റ് എന്താണ് പറഞ്ഞത്? A person ratifying any authorized act done on his behalf ratify the whole of the transaction of which such act formed a part. എന്താ ഇതിൽ പറയുന്നത്? അതായത് ഏജൻറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി, നമ്മുടെ പ്രിൻസിപ്പളിന് അധികാരമുള്ളത് ഏജൻറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തി റാറ്റിഫൈ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ പ്രിൻസിപ്പൾ അത് റാറ്റിഫൈ ചെയ്യുവാണെങ്കിൽ ഹോൾ ട്രാൻസാക്ഷൻസ് റാറ്റിഫൈ ചെയ്യണം. അല്ലാതെ നീ ചെയ്ത ഒരു കാര്യത്തിൽ ഞാൻ ഇത്രയും റാറ്റിഫൈ ചെയ്തു, ഇത്രയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പാർട്ടായിട്ട് അത് റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നെങ്കിൽ അദ്ദേഹം ആ ഏജൻറ്റ് ചെയ്ത ആ പ്രവൃത്തി മൊത്തത്തിൽ ഹോൾ ട്രാൻസാക്ഷൻസ് നമ്മുടെ പ്രിൻസിപ്പൾ റാറ്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ റാറ്റിഫൈ ചെയ്യാൻ പോകരുത്, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതാണ് സെക്ഷൻ 199 പറഞ്ഞത്. ഇനി സെക്ഷൻ 200 എന്താ പറഞ്ഞത്? റാറ്റിഫിക്കേഷൻ ഓഫ് അൺഓതറൈസ്ഡ് ആക്ട് കനോട്ട് ഇൻജുർ തേർഡ് പേഴ്സൺ. അതായത് ഈ നമ്മുടെ റാറ്റിഫിക്കേഷൻ നടത്തുന്നത് ഒരു തേർഡ് പേഴ്സണെ ഇൻജുർ ചെയ്യുന്ന രീതിയിലാവരുത്. അൺഓതറൈസ്ഡ്, അതായത് ഇൻജുർ ചെയ്യുന്ന രീതിയിലാവല്ലേ. പ്രിൻസിപ്പളിന് അധികാരമില്ലാതെയാണ് ഏജൻറ്റ് ഈ പ്രവൃത്തി ചെയ്ത്, ആ ഒരു പ്രവൃത്തി നമ്മുടെ തേർഡ് പേഴ്സൻ്റെ പ്രോപ്പർട്ടീസിനോ ഡാമേജസ് വരുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇഞ്ചുറി വരുന്ന രീതിയിലൊന്നും ആവരുത്. അതാണ് സെക്ഷൻ 200 പറഞ്ഞത്. നമുക്ക് നോക്കാം. ആൻ ആക്ട് ഡൺ ബൈ ദ ഏജൻറ്റ് വിത്തൗട്ട് പ്രിൻസിപ്പൾസ് അതോറിറ്റി വുഡ് ഹാവ് ദ എഫക്ട് ഓഫ് സബ്ജക്റ്റിംഗ് എ തേർഡ് പേഴ്സൺ ടു ഡാമേജ് ഓർ ടെർമിനേറ്റിംഗ് ഓഫ് എനി റൈറ്റ് ഓർ ഇൻട്രസ്റ്റ് വിച്ച് ഇഫ് ഡൺ വിത്ത് ദ അതോറിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ കനോട്ട് ബി റാറ്റിഫൈഡ് ബൈ മെയ്ഡ് ടു ഹാവ് സച്ച് എഫക്റ്റ്. അതെന്താ പറയുന്നത്? നമ്മുടെ തേർഡ് പേഴ്സൺ എന്തെങ്കിലും ഡാമേജ് വരുത്തുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും റൈറ്റോ ഇൻട്രസ്റ്റോ ഒക്കെ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ നമ്മുടെ ഏജൻറ്റ് ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ, പ്രിൻസിപ്പലിന് അധികാരമുള്ള ഏജൻറ്റ് പ്രവൃത്തി ചെയ്തെങ്കിൽ അതിനെ റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് റാറ്റിഫിക്കേഷൻ അവിടെ നടപ്പില്ലെന്നാണ് പറയുന്നത്. എക്സാമ്പിളോട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ. ഇനി ടെർമിനേഷൻ ഓഫ് ഏജൻസിയാണ് അടുത്ത് പഠിക്കാം. നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഏജൻറ്റ് എന്താണെന്ന് പഠിച്ചു, പ്രിൻസിപ്പൾ എന്താണെന്ന് പഠിച്ചു, പിന്നെ പ്രൊവിഷൻസ് പഠിച്ചല്ലേ, പ്രൊവിഷൻസ് റിഗാർഡിംഗ് ടു ഏജൻറ്റ് പഠിച്ചു. പിന്നെ സെക്ഷൻ 187 എന്താ പറഞ്ഞത്? അത് ഏജൻറ്റ് എന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ
എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. അതോറിറ്റി ഏജന്റിനുള്ള അതോറിറ്റി എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. പിന്നെ സെക്ഷൻ 189 പറഞ്ഞത് എമർജൻസി സിറ്റുവേഷനിൽ ഏജന്റിൻ്റെ അതോറിറ്റി എന്താണ്. സെക്ഷൻ 190 എന്താ പറഞ്ഞത്, ഏജന്റിനുള്ള അതോറിറ്റി മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, എന്നാൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഓർഡിനറി കസ്റ്റം ഓഫ് ട്രേഡ് ആണെങ്കിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ സെക്ഷൻ 191 എന്താ പറഞ്ഞത്, സബ് ഏജന്റിനെ പറ്റിയാണ് പറയുന്നത്. സബ് ഏജൻറ്റ് നമ്മുടെ ഒറിജിനൽ ഏജൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു പേഴ്സണാണ്. ഒറിജിനൽ ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് സബ് ഏജൻറ്റ്. പിന്നെ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ, ഏജൻറ്റിന് മുമ്പിൽ, അതായത് ഏജൻറ്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം. അല്ല, സബ് ഏജൻറ്റിൻ്റെ കാര്യത്തിൽ ഏജൻറ്റ് നമ്മുടെ പ്രിൻസിപ്പൽ മുമ്പിൽ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓക്കെ, എന്ത് കേസിലാവാത്തത്, സബ് ഏജൻറ്റ് എന്തെങ്കിലും ഫ്രോഡോ വിൽഫുൾ റോങ്ങോ ചെയ്യുകയാണെങ്കിൽ ഏജൻറ്റ് റെസ്പോൺസിബിൾ ആവണം. അവിടെ പ്രിൻസിപ്പൾ മുമ്പിൽ സബ് ഏജൻറ്റ് തന്നെ റെസ്പോൺസിബിൾ ആയിക്കോളും. ഓക്കെ, ഇനി എന്താ, ഏജൻറ്റിൻ്റെ അധികാരമില്ലാതെ നമ്മൾ സബ് ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്രിൻസിപ്പളിൻ്റെ മുമ്പിലും തേർഡ് പേഴ്സൺ മുമ്പിലും ആരാ റെസ്പോൺസിബിൾ ആണ്, നമ്മൾ ഏജൻറ്റാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്. പിന്നെ സെക്ഷൻ 194 എന്താ പറയുന്നത്, ഏജൻറ്റ് ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ നെയിം ഹോൾഡ് ചെയ്ത് പറഞ്ഞുകൊണ്ട് എക്സ്പ്രസ്ഡ് ആയിക്കോട്ടെ ഇംപ്ലൈഡ് ആയിക്കോട്ടെ, എക്സാമ്പിൾ നിങ്ങൾ ഓർത്താൽ മതി, എക്സ്പ്രസ്ഡ് ആയിക്കോട്ടെ ഇംപ്ലൈഡ് ആയിക്കോട്ടെ, നമ്മുടെ ഏജൻസി ബിസിനസ് പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിൻസിപ്പളിനെ അദ്ദേഹം ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം സബ് ഏജൻറ്റ് അല്ല. നമ്മുടെ ഡി എന്ന് പറഞ്ഞ വ്യക്തി സബ് ഏജൻറ്റ് അല്ല, ആരാണ്, നമ്മുടെ എയുടെ ഏജൻ്റ് ആയിട്ട് തന്നെ കാണണം. ഇവിടെ എയുടെ വക്കീൽ എന്നാണ് പറഞ്ഞത്, അപ്പം എയുടെ ഏജൻ്റ് ആയിട്ട് തന്നെ കാണണം. ഇനി ഏജൻറ്റ് ഡ്യൂട്ടി എന്തൊക്കെയാണ്, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ഏജൻറ്റ് മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് പോലെ ആക്ട് ചെയ്യണം. തൻ്റെ സ്വന്തം കേസിൽ എങ്ങനെ ഒരു പ്രശ്നം വന്നാൽ താൻ എങ്ങനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ബിസിനസ്സിലും താൻ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി റാറ്റിഫിക്കേഷൻ, അതായത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ അതോറിറ്റിയിൽ അത് ഏജൻറ്റ് ഒരു കാര്യം ചെയ്തു, അത് ഒന്നെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പളിനെ റാറ്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഡിസോൺ ചെയ്യാം. ഓക്കെ, ഇനി 190 എന്താ പറയുന്നത്, അതായത് ഏജൻറ്റ് ചെയ്തൊരു പ്രവൃത്തി പ്രിൻസിപ്പളിന് അതിൻ്റെ യാതൊരു തരത്തിലുള്ള നോളജും ഇല്ല എങ്കിൽ ആ ഒരു റാറ്റിഫിക്കേഷൻ വാലിഡ് അല്ല. ഇനി സെക്ഷൻ 199 എന്താ പറയുന്നത്, എഫക്റ്റ് ഓഫ് റാറ്റിഫിക്കേഷൻ, അതായത് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, റാറ്റിഫിക്കേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഏജൻറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി പ്രിൻസിപ്പൾ റാറ്റിഫൈ ചെയ്യുവാണെങ്കിൽ ഹോൾ ട്രാൻസാക്ഷൻസ് പ്രിൻസിപ്പൾ റാറ്റിഫൈ ചെയ്യണം. അല്ലാതെ അത് പാർട്ട് ഞാൻ റാറ്റിഫൈ ചെയ്യുന്നു, പാർട്ട് ഞാൻ റാറ്റിഫൈ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഈ 200 എന്താ പറഞ്ഞത്, ഈ പ്രിൻസിപ്പളിന് അധികാരമുള്ളത് ഏജൻറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെ അൺഓതറൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ഒരു തേർഡ് പേഴ്സണെ ഡാമേജ് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി വരുത്തുന്ന രീതിയിലൊന്നും ആവാൻ പാടില്ല. അതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ അടുത്ത പഠിക്കാമെന്ന് ടെർമിനേഷൻ ഓഫ് ഏജൻസി. നമ്മുടെ ഏജൻസി ടെർമിനേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാമെന്ന്. ഏജൻസി ടെർമിനേറ്റ് ആവുമല്ലോ, ആ ഒരു കുറച്ച് കാര്യങ്ങൾ പഠിക്കാമെന്ന്. സെക്ഷൻ 201 പ്രൊവൈഡ് ഫോർ ദ ടെർമിനേഷൻ ഓഫ് ഏജൻസി. ആൻ ഏജൻസി ഈസ് ടെർമിനേറ്റഡ് ബൈ ദ പ്രിൻസിപ്പൾ. ആൻ ഏജൻസി ഈസ് ടെർമിനേറ്റഡ്, അവിടെ വരെ നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു സ്ലാഷ് പോലെ എന്തെങ്കിലും ഇട്ടേരെ. ആൻ ഏജൻസി ഈസ് ടെർമിനേറ്റഡ്, ഒന്നാമത് ടെർമിനേറ്റ് ആണ് ചെയ്യുന്നത്, പ്രിൻസിപ്പൾ തന്നെ ടെർമിനേറ്റ് ചെയ്യുക. ഇനി വേണ്ട, ഈ ഏജൻറ്റ് എൻ്റെ വേണ്ട, ഏജൻറ്റ് ശരിയാവത്തില്ല, ഈ ഏജൻറ്റ് എന്തോ കള്ളപ്പരിപാടി കാണിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, വാട്ട് എവർ മേ ബി റീസൺ, അപ്പം എന്ത് കാര്യമായിക്കോട്ടെ പ്രിൻസിപ്പൾ തന്നെ വിചാരിക്കും ഇനി ഏജൻറ്റ് വേണ്ട, ഈ അതോറിറ്റി റിവോക്ക് ചെയ്യാം. റിവോക്ക് ഹിസ് അതോറിറ്റി. ഇനി ബൈ ദ ഏജൻറ്റ് റിനൗൺസിങ് ദ ബിസിനസ് ഓഫ് ദ ഏജൻസി. ഇനി നമ്മുടെ ഏജൻസി ബിസിനസ്സിൽ നിന്ന് റിനൗൺസ് ആയപ്പോൾ ആര് തീരുമാനിച്ചു, നമ്മുടെ ഏജൻറ്റ് തന്നെ തീരുമാനിക്കുക. ആദ്യത്തെ അതിനകത്ത് എന്താ പറഞ്ഞത്, ഈ പ്രിൻസിപ്പൾ ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്യാണ്, അത് വേണ്ടെന്ന് വെക്കാണ്. രണ്ടാമത് എന്താ, ബൈ ദ ഏജൻറ്റ് റിനൗൺസിങ് ദ ബിസിനസ് ഓഫ് ദ ഏജൻസി ബിസിനസ്സിൽ നിന്ന് റിനൗൺസ് ആയപ്പോൾ നമ്മുടെ ഏജൻറ്റ് തന്നെ തീരുമാനിക്കുകയാണ്. മൂന്നാമത് എന്താ, ബൈ ദ ബിസിനസ് ഓഫ് ദ ഏജൻസി ബീങ് കംപ്ലീറ്റ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ എന്ന പ്രിൻസിപ്പളിൻ്റെ കാറ് കസ്റ്റമറിലേക്ക് എത്തിക്കാനാണ് ബി അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പം ആ ഒരു കാറ് വിറ്റുടനെ അല്ലെങ്കിൽ കാർ കസ്റ്റമറിലേക്ക് ബി എത്തിച്ച ഉടനെ തന്നെ അവരുടെ ആ ഏജൻസി ബിസിനസ് അവിടെ അങ്ങ് എൻഡ് ചെയ്യുക, ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവുക. അപ്പം ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് കൂടി തന്നെ നമ്മുടെ ഏജൻസിയും ടെർമിനേറ്റ് ആയി പോകും. ഓക്കെ, ഇനി ബൈ ഏതർ ദ പ്രിൻസിപ്പൽ ഏജൻറ്റ് ഡൈയിങ് ഓർ ബിക്കമിങ് അൺസൗണ്ട് മൈൻഡ്. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ ഏജൻറ്റ് ഡൈ ആവാൻ തന്നെ ആ ഒരു ഏജൻസി അവിടെ ടെർമിനേറ്റ് ആവും. അതുമല്ലെങ്കിൽ എന്താ, നമ്മുടെ പ്രിൻസിപ്പളോ ഏജൻറ്റോ ആരെങ്കിലും അൺസൗണ്ട് മൈൻഡ് ആവുകയാണെങ്കിൽ പോലും നമ്മുടെ ഏജൻസി അവിടെ ടെർമിനേറ്റ് ആവും. ഇനി ബൈ ദ പ്രിൻസിപ്പൽ ബീങ് അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവൻറ്റ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് എനി ആക്ട് ഫോർ ടൈം ബീങ് ഇൻ ഫോഴ്സ് ഫോർ ദ റിലീഫ് ഓഫ് ഇൻസോൾവൻറ്റ് ഡെപ്റ്റർ. അതായത് നമ്മുടെ പ്രിൻസിപ്പൾ ഇൻസോൾവൻറ്റ് ആവുകയെന്ന് വെച്ചാൽ, ഇൻസോൾവൻറ്റ് നമുക്കറിയാമല്ലോ, പിന്നെ ഉള്ളൊരു അങ്ങനെ ഒരു ബിസിനസ് അദ്ദേഹത്തിന് കാണത്തില്ല. ഓക്കെ, അപ്പം പ്രിൻസിപ്പൾ ഇൻസോൾവൻറ്റ് ആവുന്ന കേസിൽ ഏജൻസി ടെർമിനേറ്റ് ആയി പോകും. ഇനി സെക്ഷൻ 202 എന്താ പറഞ്ഞത്, പ്രൊവൈഡ് ദാറ്റ് വേ ദ ഏജൻറ്റ് ഹാസ് ഹിംസെൽഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി വിച്ച് ഫോം ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഏജൻസി cannot in the absence of the express contract be terminated to the
പ്രിജുഡൈസ് ഓഫ് സച്ച് ഇൻട്രസ്റ്റ്. അതായത് എന്താ പറയുക, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. എ ഗീവ്സ് അതോറിറ്റി ടു ബി. എ ആണ് ബിക്ക് അതോറിറ്റി കൊടുത്തു. എന്തിനാ അതോറിറ്റി കൊടുത്തു? സെൽ എസ് ലാൻഡ്, അതായത് എയുടെ ലാൻഡ് വിൽക്കാൻ വേണ്ടി ബിക്ക് എ അതോറിറ്റി കൊടുത്തു. എന്നിട്ട് ആൻഡ് ടു പേ ഹിംസെൽഫ്, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് ബി തന്നെ എടുത്തോളാണ് എ പറയുന്നത്. ആൻഡ് to pay himself out of the proceeds the debt due to him. A cannot revoke his authority nor it can be terminated by in his insanity or death. എന്താ പറഞ്ഞത്? എ ബിക്ക് അതോറിറ്റി കൊടുത്തു. എന്തിനാണ് അതോറിറ്റി കൊടുത്തത്? എയുടെ ലാൻഡ് വിൽക്കാൻ വേണ്ടി എ ബിക്ക് അതോറിറ്റി കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ തനിക്ക് ആവശ്യമുള്ള പൈസ താൻ എടുക്കുക. ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ദ ഡെപ്റ്റ് ഡ്യൂ ടു ഹിം. അതായത് നമ്മുടെ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളും ബി എന്ന് പറഞ്ഞ ഏജൻറ്റും. അപ്പം ഈ എ എന്ന് പറഞ്ഞ പാർട്ടിയും ബി എന്ന് പറഞ്ഞ പാർട്ടിയും നിങ്ങളിപ്പോൾ അത്രയും മനസ്സിലാക്കുക. അവിടെ പ്രിൻസിപ്പൽ ഏജൻറ്റ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ എ എന്ന് പറഞ്ഞ വ്യക്തിയും ബി എന്ന് പറഞ്ഞ വ്യക്തിയും. ഈ എ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ നമ്മുടെ ബിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അപ്പം എ പറഞ്ഞതാണ് എൻ്റെ ഒരു ലാൻഡ് ഉണ്ട്, അപ്പം ആ ലാൻഡ് വിറ്റിട്ട്, ആ ലാൻഡ് നീ ഏജൻറ്റായിട്ട് നീ വിറ്റിട്ട് അതിൽ നിന്ന് നിനക്ക് ഞാൻ തരാനുള്ള പൈസ എടുത്തിട്ട് ബാക്കിയുള്ള പൈസ നീ എനിക്ക് തരിക, അല്ലെങ്കിൽ അങ്ങനെ പറയാം. അപ്പം അതാ പറഞ്ഞത്. എ ആണെങ്കിൽ നമ്മുടെ ബിയുടെ മുമ്പിൽ ഒരു കടക്കാരനായിട്ട് ഇപ്പം നിൽക്കുക. അപ്പം എ എന്താ പറയുന്നത്? എൻ്റെ ലാൻഡ് ഉണ്ട്, ആ ലാൻഡ് നീ എൻ്റെ ഏജൻറ്റായിട്ട് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നിനക്ക് എത്രയാണോ എടുക്കാനുള്ളത് ആ പൈസ എടുത്തിട്ട് ബാക്കിയുള്ള പൈസ എനിക്ക് തരും. അപ്പം ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇവിടെ അങ്ങനെയുള്ള കേസിൽ നമ്മുടെ എക്ക് ഈ ഒരു അതോറിറ്റി റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എക്ക് നമ്മുടെ ബിക്ക് കൊടുത്ത അതോറിറ്റി റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല എ മരണപ്പെടുകയോ ഇൻസാനിറ്റി ആവുക എന്ന് പറഞ്ഞ് ഈ ഒരു ഏജൻസി ടെർമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞത്. അതാണ് നമ്മുടെ ഈ സെക്ഷനിലും പറയുന്നത്, കോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഏജൻറ്റിന് ആ ഒരു സബ്ജക്റ്റ് മാറ്റർ ഇവിടെ എന്താ, ആ ലാൻഡിൻ്റെ പുറത്ത് ഏജൻറ്റിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താ ഇൻട്രസ്റ്റ് ഉള്ളത്? ഈ പ്രോപ്പർട്ടി വിറ്റാലേ ഏജൻറ്റിൻ്റെ പൈസ കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിലൂടെ തന്നെയാണ് ഏജൻറ്റിന് പ്രിൻസിപ്പൾ തന്നുള്ള പൈസ കിട്ടുന്നത്. അപ്പം ആ ഒരു സബ്ജക്റ്റ് മാറ്ററിൽ ഏജൻറ്റിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു എന്തോ ആ ഒരു സബ്ജക്റ്റ് മാറ്റർ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ടെർമിനേറ്റ് ആയി പോകത്തില്ല. ആ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ളത് ആരുടെ ഇൻട്രസ്റ്റ്, ആരുടെ ആവശ്യമാണ്? നമ്മുടെ ഏജൻറ്റിൻ്റെ ആവശ്യം. എന്നാൽ മാത്രമേ ഏജൻറ്റിന് പൈസ കിട്ടത്തുള്ളൂ. അതാണ് സെക്ഷൻ 202 കോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സെക്ഷൻ 208 എന്താ കോട്ട് ചെയ്തേക്കുന്നത് നോക്കാം. Provide as to the time at which the agent's authority is terminated as to agent and as to third person. The termination of the authority of an agent does not no far so regard the agent take effect it become known to him or so far as regard third person before it becomes known to them. എന്താ അതിൽ കോട്ട് ചെയ്തേക്കുന്നത്? മനസ്സിലായോ? അതായത് വേറൊന്നുമില്ല, നമ്മുടെ ഏജൻറ്റിന് അതൊരു ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏജൻറ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ തേർഡ് പേഴ്സണും അത് അറിഞ്ഞിരിക്കണം. ഏജൻറ്റും അറിഞ്ഞിരിക്കണം, തേർഡ് പേഴ്സണും അറിഞ്ഞിരിക്കണം. ഏജൻറ്റിൻ്റെ അതോറിറ്റി ഇനി ഇല്ല, അത് ടെർമിനേറ്റ് ആയി പോവുകയെന്ന് നമ്മൾ ആരെ അറിയിച്ചിരിക്കണം? നമ്മൾ തേർഡ് പേഴ്സണിന് മുമ്പിലും ഏജൻറ്റിന് മുമ്പിലും നമ്മളത് അറിയിച്ചിരിക്കണം. അതായത് ഇപ്പം പ്രിൻസിപ്പളാണ് ഇങ്ങനെയുള്ള അതോറിറ്റി റിവോക്ക് ചെയ്യാമെന്ന് വെച്ചോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഈ ഒരു കാര്യം ഇനി ഈ ഏജൻറ്റിനെ വേണ്ടെന്ന് നമ്മൾ ആരുടെ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്റ്റിൽ, ഈ കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ പ്രിൻസിപ്പളും ഏജൻറ്റും അല്ലാതെ പ്രിൻസിപ്പളിനെയും ഏജൻറ്റിനെയും തമ്മിൽ പ്രിൻസിപ്പളിനെയും ഏജൻറ്റും തമ്മിൽ പ്രിൻസിപ്പളുടെ ഒരു കാര്യം അപ്പം തേർഡ് പേഴ്സൺ നമ്മൾ എത്തിക്കുന്നതെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു കാർ ആയിക്കോട്ടെ. അപ്പം ആ ഒരു തേർഡ് പേഴ്സണും പ്രിൻസിപ്പളും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ലിങ്ക് ചെയ്യുന്ന ആ വ്യക്തിയാണ് നമ്മുടെ ഏജൻറ്റ്. അപ്പം ഏജൻറ്റ് അധികം ആ ഒരു ബിസിനസ് ടെർമിനേറ്റ് ആയി പോകുന്നവരും ആരെ അറിയിച്ചിരിക്കണം? കാരണം നമ്മുടെ തേർഡ് പേഴ്സണെ അറിയിച്ചിരിക്കണം. എന്താ കാരണം? അതായത് പ്രിൻസിപ്പളിൻ്റെ ബിഹാഫിൽ നിന്ന് പ്രിൻസിപ്പളിൻ്റെ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്ന ആരാ? നമ്മുടെ തേർഡ് പേഴ്സണും എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഏജൻറ്റ്. അപ്പം ഇനി ആ ഏജൻറ്റ് ഇല്ല എന്ന കാര്യം നമ്മൾ തേർഡ് പേഴ്സണെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം. അതാണ് 208 പറയുന്നത്. ഇനി റിവോക്കേഷൻ ഓഫ് ഏജൻറ്റ്സ് അതോറിറ്റി. ഇനി ഏജൻറ്റിൻ്റെ അതോറിറ്റി നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അത് സെക്ഷൻ 203 പറയുന്നത്. ദ പ്രിൻസിപ്പൾ മേ സേവ് ആസ് ഇറ്റ് അതർവൈസ്. സെക്ഷൻ 202 revoke the authority give to his agent at any time before the authority has exercised to be by the principal. അതായത് ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്യാൻ ഏത് സമയത്ത് വേണമെങ്കിലും പറ്റും. ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്യാൻ ഏത് സമയത്ത് വേണമെങ്കിലും പറ്റും. ഓക്കെ, എനി ടൈം പറ്റുമെന്ന് അവർ പറഞ്ഞെങ്കിൽ പോലും അവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതായത് പ്രിൻസിപ്പൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പ്രിൻസിപ്പളിൻ്റെ ബിഹാഫിൽ ഒരു കാര്യം കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ തേർഡ് പേഴ്സണിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഏജൻറ്റ് ആ ഒരു കാര്യം എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഏജൻറ്റ് ആ കാര്യം പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഏത് സമയത്ത് വേണം നമ്മുടെ ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്യാൻ പറ്റുമെന്ന്
ചെയ്യും. അത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ. ഈ സെക്ഷൻ 204 എന്താ പറഞ്ഞത്? ദ പ്രിൻസിപ്പൽ കനോട്ട് റിവോക്ക് ദ അതോറിറ്റി ഗിവ് ടു ഹിസ് ഏജന്റ് ആഫ്റ്റർ ദ അതോറിറ്റി ഹാസ് ബീൻ പാർട്ട്ലി എക്സസൈസ്ഡ് സോ ഫാർ as റിഗാർഡ് സച്ച് ആക്ട് ആൻഡ് ഒബ്ലിഗേഷൻ അറൈസ് ഫ്രം ആക്ട് ഓൾറെഡി ഡൺ ദ ഏജൻസി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ പ്രിൻസിപ്പളിന് വേണമെങ്കിൽ ഏജൻറ്റിനെ അതോറിറ്റി കളയാൻ പറ്റും. സെക്ഷൻ 202 ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഏജൻറ്റിന് തന്നെ അതോറിറ്റി കളയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയല്ല. പ്രിൻസിപ്പൾ ഏജൻറ്റിനെ പറഞ്ഞുവിടാൻ പറ്റും. എങ്ങനെയുള്ള കേസിലാണ് പറഞ്ഞുവിടാൻ പറ്റുന്നത്? താൻ ചെയ്യാൻ പറഞ്ഞ ആ കാര്യം ഏജൻറ്റ് എക്സസൈസ് ചെയ്യുന്നത്, ഏജൻറ്റ് ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതോറിറ്റി കൊടുക്കാൻ പറ്റും. റിവോക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പറ്റത്തില്ലെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു സെക്ഷൻ 202. ഇനി സെക്ഷൻ 204 എന്താ പറഞ്ഞത്? പ്രിൻസിപ്പളിന് ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയുള്ള കേസിൽ? പ്രിൻസിപ്പൾ കൊടുത്ത ആ ഒരു പ്രവൃത്തി ഏജൻറ്റ് പകുതി ആ ഫുള്ളൊരു കാര്യത്തെ പാർട്ട്ലി എക്സസൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഏജൻറ്റിൻ്റെ അതോറിറ്റി നമ്മുടെ പ്രിൻസിപ്പളിന് റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ റിവോക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ സെക്ഷൻ 202 പറഞ്ഞിരുന്നു. അതാണ് പറഞ്ഞത്. നിങ്ങൾ താഴെ എക്സാമ്പിളോട് നിങ്ങളത് വായിച്ച് നോക്കുക. ഇനി കോമ്പൻസേഷൻ, അതായത് പ്രിൻസിപ്പൾ ഏജൻറ്റിനും ഏജൻറ്റ് പ്രിൻസിപ്പളിനും കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. സെക്ഷൻ 205 provide for the provision of compensation for revocation by principal or remuneration by agent. എന്താ പറയുന്നത്? അതായത് ഇപ്പം പ്രിൻസിപ്പൾ ഏജൻറ്റിനെ റിവോക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏജൻറ്റ് തന്നെ റിനൗൺസ് ചെയ്ത് പോവുകയാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. When there is an express or implied contract that the agency should be continued for any period of time, the principal must make compensation to the agent. അത് ആദ്യം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഏജൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നോക്കാം. അതായത് നമ്മുടെ ഒരു ഏജൻസി കോൺട്രാക്ട് ഓഫ് ഏജൻസിൽ എക്സ്പ്രസ്ഡ് ആയിക്കോട്ടെ ഇംപ്ലൈഡ് ആയിക്കോട്ടെ ഈ ഒരു ബിസിനസ്, ഈ ഏജൻസി ബിസിനസ് ഇപ്പം ഒരു 5 വർഷത്തേക്ക് പോകുമെന്ന് പ്രിൻസിപ്പൽ ഏജൻറ്റിന് എക്സ്പ്രസ്ഡ് ആയിട്ട് ഇംപ്ലൈഡ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ എഗ്രിമെൻറ്റ്, പ്രിൻസിപ്പൽ ഏജൻറ്റ് തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ ഈ ഏജൻസി ബിസിനസ്, ഈ കോൺട്രാക്ട് ഓഫ് ഏജൻസി ബിസിനസ് ഇനിയുള്ള 5 വർഷത്തേക്ക് പോകും. പക്ഷേ ഈ ഒരു ടൈമിന് മുമ്പേ തന്നെ പ്രിൻസിപ്പൾ ഈ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഇവിടെ വെച്ച് നിർത്തും, അല്ലെങ്കിൽ ഏജൻറ്റിനെ റിവോക്ക് ചെയ്ത് വിടുവാന്ന് വെച്ചോ. അങ്ങനെയുള്ള കേസിൽ പ്രിൻസിപ്പൾ മസ്റ്റായിട്ട് നമ്മുടെ ഏജൻറ്റിന് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. പ്രിൻസിപ്പൾ മസ്റ്റിന് ഏജൻറ്റിന് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഈ ഒരു ടൈം പീരീഡിന് മുമ്പേ ഇത് കണ്ടിന്യൂ ചെയ്യാതെ ഡിസ്കണ്ടിന്യൂ 3 വർഷമായപ്പോഴേ ഏജൻറ്റ് ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് ഏജൻറ്റ് അല്ല പ്രിൻസിപ്പൾ ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ പ്രിൻസിപ്പൾ മസ്റ്റായിട്ട് നമ്മുടെ ഏജൻറ്റിന് എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഇതാണ് പ്രിൻസിപ്പൾ ഏജൻറ്റിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ. ഇനി ഏജൻറ്റ് പ്രിൻസിപ്പളിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ നമ്മൾ അടുത്ത് നോക്കുന്നത്. ദ ഏജൻറ്റ് ടു ദ പ്രിൻസിപ്പൾ ആസ് ദ കേസ് മേ ബി ഫോർ എനി പ്രീവിയസ് റിവോക്കേഷൻ ഓർ റിനൗൺസിയേഷൻ ഓഫ് ദ ഏജൻസി വിതൗട്ട് സഫിഷ്യൻറ്റ് കോസ്. അതായത് അവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞ വേറൊരു കാര്യം, അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏജൻറ്റ് പ്രിൻസിപ്പളിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യം. അതായത് ഏജൻറ്റ് സ്വയമേ റിനൗൺസ് ചെയ്ത് പോവുക. 5 വർഷത്തേക്ക് ഈ ഏജൻസി ബിസിനസ് വെച്ചത് ആ ഒരു ബിസിനസ് ഏജൻറ്റ് ഒരു 3 വർഷമായപ്പോഴേ റിനൗൺസ് ചെയ്ത് സ്വയമേ പോവുകയാണെങ്കിൽ ഏജൻറ്റ് മസ്റ്റായിട്ടും അവിടെ ഇപ്പം ഏജൻറ്റ് പോകുമ്പോൾ അവിടെ ആർക്ക് നഷ്ടം വരും? നമ്മുടെ പ്രിൻസിപ്പൾ നഷ്ടം വരില്ല. അപ്പോൾ പ്രിൻസിപ്പളിന് ഏജൻറ്റ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഇനി അവിടെ ആ രണ്ടാമത്തെ ഏജൻസി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജൻറ്റ് റിനൗൺസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഈ റിവോക്കേഷൻ ചെയ്ത് പോവുകയോ, അതായത് പ്രീവിയസ് പറഞ്ഞ ടൈമിനുള്ളിൽ മുമ്പേ തന്നെ റിവോക്കേഷനോ റിനൗൺസിയേഷനോ നടത്തുകയാണെങ്കിൽ ഒരു സഫിഷ്യൻറ്റ് കോഴ്സിലാണ് നടത്തുന്നതെങ്കിൽ അവർ കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഏജൻറ്റാണ് പോകുന്നെങ്കിൽ ഏജൻറ്റ് പ്രിൻസിപ്പളാണ് പോകുന്നെങ്കിൽ പ്രിൻസിപ്പൾ ഏജൻറ്റിനും കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. അതാണ് സെക്ഷൻ 205 പറഞ്ഞ കോമ്പൻസേഷനെ പറ്റി. ഇനി എന്താ പറയുക? നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ഒക്കെ നടത്താൻ വേണ്ടി നോട്ടീസ് നമ്മൾ കൊടുക്കണം. റിവോക്കേഷൻ നമ്മൾ നോട്ടീസ് കൊടുക്കണം. അതാണ് പറയുന്നത്. സെക്ഷൻ 206 റീസണബിൾ നോട്ടീസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ റിവോക്കേഷൻ ഓർ റിനൗൺസിയേഷൻ ഓഫ് ദ ഏജൻസി, അതർവൈസ് ദ ഡാമേജ് thereby resulting to the principal or the agent as the case may be must be good to the one by the other. അതായത് നമ്മുടെ ഒരു പ്രിൻസിപ്പൽ റിവോക്കേഷൻ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റിനൗൺസിയേഷൻ ചെയ്യുന്നതിന് മുമ്പോ ഒരു നോട്ടീസ് നമ്മൾ റീസണബിൾ നോട്ടീസ് നൽകിയിരിക്കണം. ഈ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റിൻ്റെ എന്തെങ്കിലും ഇവർ റിനൗൺസ് ചെയ്ത് റിവോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ആ ഏജൻസി ബിസിനസ് അതിൻ്റെ ഫലമായി എന്തെങ്കിലും ഒരു ഡാമേജ് നമ്മുടെ ഏജൻസി ബിസിനസ്സിന് വരുവാണെങ്കിൽ ആ ഒരു ഡാമേജ് ഗുഡാക്കണം. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ പോകുന്ന ആളുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത് അങ്ങനെ ഗുഡാക്കണമെങ്കിൽ ഇവർ പോകുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ? സെക്ഷൻ 207 എന്താ പറയുന്നത്? റിവോക്കേഷൻ ആൻഡ് റിനൗൺസിയേഷൻ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് ബൈ ദ കണ്ടക്ട് ഓഫ് പ്രിൻസിപ്പൽ ഏജൻറ്റ് റെസ്പെക്ട്ലി. പ്രിൻസിപ്പളിനും ഏജൻറ്റിനും ആ ഒരു റിനൗൺസിയേഷൻ അല്ലെങ്കിൽ റിവോക്കേഷൻ എക്സ്പ്രസ്ഡും ആവാം ഇംപ്ലൈഡും ആയിട്ടൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും.
അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇനി ഏജൻറ്റ് ഡ്യൂട്ടി ഓൺ ടെർമിനേഷൻ ഏജൻസി, അതായത് ഏജൻസി ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏജൻറ്റ് ഡ്യൂട്ടി എന്താണ് പറഞ്ഞത്. വെൻ ആൻ ഏജൻസി ഈസ് ടെർമിനേറ്റ് ബൈ ദ പ്രിൻസിപ്പൽ ഡൈയിങ് ഓർ ബിക്കമിങ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ദ ഏജൻസി ഈസ് ബൗണ്ട് ടു ടേക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹിസ് ലൈറ്റ് പ്രിൻസിപ്പൽ ഓൾ റീസണബിൾ സ്റ്റെപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഇൻട്രസ്റ്റഡ് ടു ഹിം. ഓക്കെ, അതിലെന്താ പറഞ്ഞത്, ഏജൻസി ടെർമിനേറ്റ് ചെയ്യുന്ന സമയം നമ്മുടെ ഏജൻറ്റ് ഡ്യൂട്ടി, നമ്മുടെ പ്രിൻസിപ്പൾ മരണപ്പെടുകയോ അതും അല്ലെങ്കിൽ എന്താ അൺസൗണ്ട് മൈൻഡ് ആവുമോ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഒന്നെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയ ഒരു ആളായെന്ന് വിചാരിച്ചു. അങ്ങനെ സമയം നമ്മുടെ ഏജൻസി ടെർമിനേറ്റ് ആയി പോകും. പക്ഷേ അപ്പോൾ നമ്മുടെ ഏജൻറ്റ് അവിടെ ചെയ്യുന്ന ഡ്യൂട്ടി എന്താ, അതായത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കൂടെ നിന്ന് അവർക്ക് ആ ഒരു ബിസിനസ്സിനുള്ള ഇൻട്രസ്റ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുകയും പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. ഇനി ടെർമിനേഷൻ ഓഫ് സബ് ഏജൻറ്റ് അതോറിറ്റി, സെക്ഷൻ 210 അത് പറയുന്നത്, പ്രൊവൈഡ് ദ ടെർമിനേഷൻ ഓഫ് ദ അതോറിറ്റി ഓഫ് ആൻ ഏജൻറ്റ് കോസ് ദ ടെർമിനേഷൻ ഓഫ് ദ അതോറിറ്റി ഓഫ് ഓൾ സബ് ഏജൻറ്റ് അപ്പോയിൻറ്റഡ് ടു ഹിം. എന്താ പറയുന്നത്, അതായത് നമ്മുടെ ഏജൻറ്റ് അവിടെ ടെർമിനേറ്റ് ആയി പോകുന്ന കേസിൽ, ഏജൻറ്റ് അതോറിറ്റി ടെർമിനേറ്റ് ആയി പോകുന്ന കേസിൽ ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്ത സബ് ഏജൻറ്റ് അതോറിറ്റി അവിടെ ടെർമിനേഷൻ സംഭവിക്കും. വളരെ സിമ്പിളാണ് കാര്യം. ഏജൻറ്റ് അതോറിറ്റി അവിടെ ടെർമിനേറ്റ് ആവുന്ന സമയത്ത് ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്ത സബ് ഏജൻറ്റ് അതോറിറ്റിയും അവിടെ ടെർമിനേറ്റ് ആയി പോകും. ക്ലിയർ? അപ്പം ഇത്രയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എക്സാംസ് എല്ലാം അടുത്തു, നമ്മൾ വളരെ പ്രോപ്പറായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു പോർഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുവിധം എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തു. ഇനി ഏജൻറ്റിൻ്റെ ഈ ഒരു പോർഷനും കൂടെ ഉള്ളൂ, ബാലൻസ് പോർഷൻ. അത് ഉടനെ നമ്മൾ ക്ലാസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.